ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസ്മൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ മോക്ഷ സന്യാസ യോഗത്തില് 61-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് നോക്കേണ്ടത്. കഴിഞ്ഞ 60-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് സ്വഭാവചേന കൗന്ദേയ നിമന്തസ്വേന കർമ്മണ കർത്തും നേ ഇച്ഛസി മോഹാത് കരിഷ്യസി വശോ അഭിദത്. അതായത് നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നിന്നുളവാകുന്ന സ്വന്തം കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നമ്മള് വ്യാമോഹം മൂലം ഏതെങ്കിലും മറ്റു കാരണങ്ങളാൽ ഏതൊരു കർമ്മമാണോ ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലയോ ആ കർമ്മം ഗത്യന്തരമില്ലാതെ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് ഭഗവാൻ പറയുന്നത്. ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് ഏതൊരു കർമ്മത്തെയാണോ നമ്മൾ ചെയ്യേണ്ടത് അത് നിഷേധിക്കപ്പെട്ടാൽ അത് പിന്നീട് നിർബന്ധ ബുദ്ധിയാൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാരണം നമ്മുടെ സ്വഭാവത്തിൽ നിന്നുളവാകുന്ന സ്വന്തം കർമ്മം അത് ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. തൽക്കാലം രക്ഷപ്പെട്ടാലും പിന്നീട് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് കാരണം പറയുകയാണ് 61-ാമത്തെ ശ്ലോകത്തില്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശോ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അല്ലയോ അർജുന, യന്ത്രത്തിൽ ഏറ്റപ്പെട്ടവനെ പോലെ, അതായത് ഒരു ചക്രത്തിൽ കയറ്റപ്പെട്ട പാവകളെ പോലെ എല്ലാ ജീവജാലങ്ങളെയും മായാശക്തിയാൽ ഭ്രമണം ചെയ്യിച്ചുകൊണ്ട് വട്ടത്തിൽ ചുറ്റിച്ചുകൊണ്ട് ഈശ്വരൻ സകല പ്രാണികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് നമ്മൾ വിചാരിക്കും നമ്മുടെ കേമത്വം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. കാരണം ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിന് നാഥനായിരിക്കുന്ന ജീവനിലേക്ക് നമുക്ക് ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ കേമത്വം കൊണ്ടാണെന്നാണ് നമ്മുടെ വിചാരം. അതല്ല, ഈശ്വരന്റെ അംശമാകുന്ന ജീവൻ ശരീരത്തിൽ സെൻട്രൽ പവറായിട്ട് ഇരുന്നു കൊണ്ട് നമ്മളെ കൂടെ യന്ത്രത്തെ പോലെ ഒരു ചക്രത്തിൽ കോർത്തപ്പെട്ടിരിക്കുന്ന ഒരു പാവയെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേമത്വം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, നമ്മുടെ കേമത്വം കൊണ്ടാണെന്ന് നമ്മുടെ മിഥ്യായ തോന്നലാണെന്ന് മാത്രം. ഒരു കണ്ണുകെട്ടുകാരൻ മായാവിദ്യയാൽ മരപ്പാവകളെ ഉണ്ടാക്കി യന്ത്രത്തിന്മേൽ കയറ്റിവെച്ച് ഭ്രമണം ചെയ്യിക്കുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളുടെയും മായാശക്തിയാൽ താന്താങ്ങളുടെ കർമ്മത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈശ്വരൻ സകല പ്രാണികളുടെയും ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ തന്നെ ഹൃദയത്തിൽ 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞല്ലോ, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മിതിജ്ഞാനമാബോഹനം ച വേദൈസ സർവൈരഘമേവ വേദ്യോ വേദാന്തകൃത് ദേവവിദേവജാഹം. എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഓർമ്മയും മറവിയും അറിവും കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അത് നല്ലത് ചീത്തയായിട്ടുള്ള അറിവായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ സാധ്യമല്ല എന്നുകൂടി ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. നമ്മൾ ജനിച്ചപ്പോൾ മുതല് ഈ ശരീരം ത്യജിക്കുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ചലിച്ചുകൊണ്ടായിരിക്കും. നഖിക്കച്ചിൽ ഒരു നിമിഷം പോലും അനങ്ങാതിരിക്കാൻ സാധ്യമല്ലതാ. ഈവൻ സുഷുപ്തിയിൽ കിടന്നുറങ്ങപ്പോൾ പോലും നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ ആരാ നിയന്ത്രിക്കുന്നത്? നമ്മൾ മൂക്കുമുട്ട കഴിക്കുന്ന ഭക്ഷണം പോലും അത് ദഹിപ്പിച്ച് സാംശീകരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം, ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ, ശ്വാസഗതി, ഹൃദയത്തിന്റെ ഇടിപ്പ്, ഇതൊക്കെ കർമ്മങ്ങളാണ്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ അനങ്ങാതിരിക്കുന്നത്. അപ്പൊ ഈ തരം നമ്മൾ സുഷുപ്തിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പോലും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ, അതാത് ശരീരത്തിന്റെ ഓരോ നാഡീവ്യൂഹങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും കർമ്മങ്ങൾ പോലും വ്യതിചലിക്കാതെ കൃത്യമായിട്ട് കൊണ്ടുകൊടുക്കുന്ന ഒരു യന്ത്രത്തെ പോലെ എന്ന് പറയാം. അപ്പൊ നമ്മൾ വീട്ടിൽ പല സാധനങ്ങള്, ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിച്ചു വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി അതിലൊക്കെ പാസ് ചെയ്യിച്ചാൽ ആ യന്ത്രങ്ങളൊക്കെ ഇല്ലെങ്കിൽ ആ മെഷീനറീസ് ഒക്കെ അതിൻ്റെതായ സ്വഭാവം കാണിക്കുള്ളൂ. ടി വി ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്,
അതെല്ലാം പ്രവർത്തിക്കുന്നത്, അതിലൊക്കെ ഇലക്ട്രിസിറ്റി കടഞ്ഞു നിന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ സ്വഭാവത്താൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എപ്പോൾ വരെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ലയോ അതേ ഫാനിൻ്റെ സ്വഭാവം ലൈറ്റിൻ്റെ സ്വഭാവം ടിവിയുടെ സ്വഭാവം ഫ്രിഡ്ജിനോ ഒന്നും കാണിക്കാൻ സാധ്യമല്ല. അപ്പം യന്ത്രത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ യന്ത്രത്തെ പോലെയാണ് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന ഓരോ യന്ത്രങ്ങൾ തന്നെയാണ്. അതിൽ ജീവാത്മാവാകുന്ന ആ ശക്തിയെ ഭഗവാൻ തന്നെ പ്രവേശിപ്പിച്ച ആ ജീവാത്മാവിൻ്റെ പ്രഭാവത്താൽ നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. സ്ഥൂല ശരീരം മയങ്ങിക്കിടന്നാലും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവനെ നിലനിർത്തിക്കൊണ്ട് യന്ത്രത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ നിലപാടിലോ ഇല്ലേ നമ്മുടെ ചിന്തകൾക്കോ ഇല്ലെങ്കിൽ ആ വാസനാബലം അനുസരിച്ചുകൊണ്ട് ഏത് കർമ്മത്തിന് വേണ്ടിയിട്ടാണോ ഏതൊരു യന്ത്രം നമ്മൾ സൃഷ്ടിച്ച് ഉപയോഗിക്കുന്നത് ആ യന്ത്രത്തിൻ്റെ സ്വഭാവം അത് മാത്രമേ കാണിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഭഗവാൻ വ്യക്തമാക്കി തരികയാണ്. നമ്മളെല്ലാം യന്ത്രത്തെ പോലെ ഈശ്വരൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന സ്ഥൂല ശരീരം ഒരു മിഷനും അതിൽ പ്രവർത്തിക്കുന്ന ആ പ്രേരണ ഇല്ലെങ്കിൽ ആത്മശക്തി ജീവൻ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നമ്മുടെ സ്വഭാവത്തെയും എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. നമ്മളെ ശരീരമാകുന്ന വസ്തുവിലേക്ക് പരമാത്മാവിന്റെ അംശമാകുന്ന ജീവാത്മാവ് പകർന്നു നൽകിക്കൊണ്ട് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയ നീ നിന്റെ ഇത് ഉപയോഗിച്ചിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറഞ്ഞാൽ വിട്ടേക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തോട് ഇത് അന്വേഷണത്തിനും ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഈശ്വരൻ തന്നിരിക്കുന്ന ജീവാത്മാവാണ് ഹൃദയത്തിൽ വച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൺട്രോളിലല്ലാതെ നമുക്ക് ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമാണ്. അതാണ് യന്ത്രാരൂഢാനി മായ എന്ന് പറയുന്നത്. ആ മായ കൊണ്ട് നമ്മളിതൊന്നും അറിയാതെയാണെങ്കിലും ആ മായയ്ക്ക് അടിസ്ഥാനം മായ എന്ന് പറയുന്നത് തന്നെ ഭഗവാനിന്റെ പ്രേരണ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈശ്വര സർവഭൂതാനാം നിർദ്ദേശോ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അപ്പൊ നമ്മളൊക്കെ ഈശ്വരൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന സ്ഥൂലശരീരം യന്ത്രവും അതിൽ സൂക്ഷ്മമായിട്ടിരിക്കുന്നത് ഭഗവാന്റെ ശക്തിയുമാണ്. ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഈ ചക്രത്തിൽ ചുറ്റിക്കുന്ന പോലെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനെ തന്നെ ശരണം പ്രാപിച്ചാൽ അത് വേണ്ട വിധത്തിൽ പ്രയോമാർഗത്തിൽ നിന്ന് ശ്രേയോമാർഗത്തിലേക്ക് ചലിപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇച്ഛിക്കുന്നവർക്ക് ആ യന്ത്രം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിതമായി ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ത്വമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാൽ പരാം ശാന്തി സ്ഥാനം പ്രാപ്യസ്യ ശാശ്വതം. അല്ലയോ അർജുന, ഈ ഈശ്വരനെ തന്നെ സർവാത്മാ നീ ശരണം പ്രാപിക്കുക. ഈശ്വര അനുഗ്രഹത്താൽ നീ പരമമായ ശാന്തിയെ ശാശ്വത സ്ഥാനത്തെയും ബ്രഹ്മപദത്തെയും അഥവാ പരമപദത്തെയും നിനക്ക് പ്രാപിക്കാം. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ യന്ത്രത്തെ ഈശ്വരന് മുഖമായിട്ട് ഇല്ലെങ്കിൽ ഈശ്വരന്റെ ശക്തി നമ്മൾ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ 50% പ്രേരണ കൊണ്ട് തന്നെ നമ്മൾ ഈ യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻ മായാശക്തിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ആ ശക്തിയെ സ്വതന്ത്രമായിട്ട്, അതായത് ഈശ്വര ശക്തിയെ സ്വതന്ത്രമായിട്ട് അതിൻ്റെ പൂർണ്ണമായ ശക്തി പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കണമെങ്കിൽ നമ്മൾ ആ ഈശ്വരനെ തന്നെ സ്മരണ നിലനിർത്തണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഈശ്വരനെ തന്നെ സർവാത്മനാ ശരണം പ്രാപിക്കൂ. അങ്ങനെയുള്ളവർക്ക് ആ ഈശ്വരന്റെ തന്നെ അനുഗ്രഹത്താൽ പരമമായ ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ഈ ഭൗതികമായിട്ട് ഉള്ളതൊന്നും ഉപേക്ഷിക്കാൻ ഒരു കാരണവശാലും ഭഗവാൻ ഒരു സ്ഥലത്തും ഒരു പുരാണങ്ങളിലോ ശാസ്ത്രങ്ങളിലോ പറയുന്നില്ല. പക്ഷെ അതുപോലും വേണ്ടവണ്ണം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ആ ഈശ്വരന്റെ അനുഗ്രഹത്താൽ മാത്രമേ ഇത് പരമമായ ശാന്തിയും സമാധാനത്തോടെയും നമുക്ക് അനായാസന ജീവിതം നയിക്കാൻ സാധിക്കൂ. അത് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തി എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഈ സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടിട്ട് സൂക്ഷ്മ ശരീരം കൊണ്ട് പോയിട്ട് പ്രാപിക്കേണ്ട ഒരു സ്ഥാനമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മരിച്ചു കഴിഞ്ഞാലും നിരന്തരം ആയിട്ട് ജീവിതകാലത്തിൽ തന്നെ ഈ ശാന്തിയും സമാധാനം ജീവിച്ചിരിക്കുമ്പോൾ ശരീരം കൊണ്ട് തന്നെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അനന്തരഗതിയും ശാന്തിയും സമാധാനത്തോടെയും നമുക്ക് സൂക്ഷ്മ ശരീരം കൊണ്ട് തന്നെ ആ പരമപദത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പരമപദം എന്നുള്ളത് അനുഭവിച്ചറിയണം എന്നർത്ഥം. അതിന് ഒരേ ഒരു മാർഗമാണ് ഭഗവാൻ ഇവിടെ ഗീതാശാസ്ത്രത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈശ്വരനെ തന്നെ, എന്തുകൊണ്ട് ഈശ്വര സർവഭൂതാനാം
ഹൃദയേഷു അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ. ഈശ്വരന്റെ അധിഷ്ഠാനത്തിലാണ്, ആശ്രയത്തിലാണ് നമ്മുടെ ഈ ശരീരം കൊണ്ട് ശരീരം പോലും പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ, അഥവാ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഈശ്വരനെ തന്നെ സർവാത്മനാ ശരണം പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കുന്നവർക്ക് ആ ഈശ്വര ശക്തിയെ സ്വതന്ത്രമായിട്ട് നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തികൾക്കും ഉപയോഗിക്കാൻ തുടങ്ങുന്നതാണ് സർവാത്മനാ നീ ശരണം പ്രാപിക്കുക. അങ്ങനെ ഭഗവാന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മളിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ആ ഈശ്വരന്റെ പ്രേരണ കൊണ്ട് തന്നെ നമുക്ക് പരമമായ ശാന്തിയും ശാശ്വതമായ സ്ഥാനത്തെയും അഥവാ ബ്രഹ്മപദത്തെയും പ്രാപിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അനായാസനെ ജീവിക്കാൻ സാധിക്കുക ശരീരം കൊണ്ട് തന്നെ. അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് സാധിച്ചാൽ അതാണ് ഈശ്വര സാക്ഷാത്കാരം. അത് സാധിച്ച് ജീവിതകാലം ജീവിക്കുന്നിടത്തോളം കാലം ആ രീതിയിൽ ജീവിച്ചാൽ, അനായാസന ജീവിക്കാൻ സാധിച്ചാൽ അനായാസന മരണവും സാധ്യമാണ്. പിന്നെ ശരീരം കൊണ്ടും ക്ലേശങ്ങൾ ഉണ്ടാകില്ല. ശരീരം ഉപേക്ഷിക്കേണ്ട സമയത്ത് അത് ഉപേക്ഷിച്ച് പോകാനും യാതൊരുവിധ വ്യാകുലതയോ ഭയമോ സംശയമോ ഉണ്ടാകില്ല. മരണഭയം പോലും അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് എത്താൻ പറഞ്ഞുകൊണ്ടാണ് ഗീതാശാസ്ത്രത്തിന്റെ ഉപദേശം തന്നെ ഭഗവാൻ അവസാനിപ്പിക്കുന്നതെന്നർത്ഥം. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തിയെ നമ്മൾ ഈശ്വരന്റെ ശക്തി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ സ്വഭാവമാണ് അതിന് കാരണം. അപ്പം അതൊക്കെ നിഷേധിച്ച് നടന്നാലും വേണ്ടില്ല, ഇന്നലെ നാളെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഭഗവാനിലേക്ക് എത്തേണ്ടി വരും. കാരണം അവിടെ നിന്നാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ആ ശക്തി തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ ബോധമില്ലാതെ നടക്കുന്നത് കൊണ്ട് അത് ബോധമില്ലാതിരിക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭക്തിയിലേക്ക് വരുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം ഈശ്വരനെ സ്വതന്ത്രമായിട്ട് തൻ്റെ ശരീരത്തിൽ തന്നെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക. അതിന് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടായാൽ മതി. അതുണ്ടാകുന്നില്ലെങ്കിൽ ഭക്തിയോഗമൊക്കെ നിർഫലമാണെന്ന് പറയേണ്ടി വരും. അതൊക്കെ വ്യവസ്ഥ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വ്യർത്ഥമായി ഭവിക്കും എന്നാണ് പറഞ്ഞതിന്റെ കാര്യം. അപ്പം ഭൗതികമായിട്ടുള്ളത് എല്ലാവരുടെയും ധാരണ ഈ ആധ്യാത്മിക മാർഗത്തിലെ അഥവാ പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയിൽ നിന്ന് വ്യതിചലിച്ച് ഒരു സത്സംഗത്തിലൂടെയോ ഇല്ലെങ്കിൽ ആരുടെങ്കിലും ഗുരുവിന്റെ ഉപദേശത്തിലൂടെയോ ഏതെങ്കിലും സ്വന്തം യോഗത്താലോ അത് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ആധ്യാത്മിക മാർഗത്തിൽ പ്രവേശിച്ച് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ തന്നെ മറ്റുള്ളവർക്ക്, മായയിൽപ്പെട്ടവർക്ക് അത് തിരിച്ച് ചിന്തിക്കും. വിപരീത ചിന്തയാണ് വരാ. ഇവന് ഭ്രാന്താന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കും. അതൊക്കെ മായയിൽപ്പെട്ടവർ പറയുന്നതാ. പക്ഷേ അത് സ്വതന്ത്രമായിട്ട് അതിന്റെ സത്യത്തെ മനസ്സിലാക്കി അന്ധകരണ ശുദ്ധിയും പാപരഹിതമായി ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് ഈ ഭൗതികതയെ പോലും യഥാവിധി നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാവിധി ആസ്വദിച്ചുകൊണ്ട് തന്നെ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിതം സമ്പന്നമാക്കാൻ സാധിക്കും. ഇതൊന്നും ഉപേക്ഷിച്ചിട്ടല്ല യഥാർത്ഥ ഭക്തി മാർഗത്തിലേക്ക് വരേണ്ടത്. അതുപോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ജീവൻ മുക്തി ഭാവം എന്ന് പറയണം. നമ്മൾ സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനും സമാധാനവും ശാന്തിയുമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ടവരും ഈശ്വരനെ പൂജിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം ശാന്തിയും സമാധാനവും ദുഃഖരഹിതമായ ജീവിതം നയിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അത് പ്രകടന ഭക്തിയിലും പ്രത്യക്ഷ ഭക്തിയിലും മാത്രം ഒതുങ്ങി നിന്നാൽ അത് താൽക്കാലിക ഫലങ്ങളെ ലഭിക്കൂ. ഭക്തി ഇല്ലാത്തവരുടെ കാര്യം ഇവിടെ ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ ഭക്തി ഉള്ളവർക്ക് പോലും യഥാർത്ഥത്തിൽ ഈശ്വരശക്തിയെ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. അതിന് കാരണം എന്താ? അതാണ് ഈ മായ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ പ്രസാദം ലഭിച്ചാൽ ദുഃഖരഹിതമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന 2-ാം അധ്യായത്തിലും ഭഗവാൻ 18 സ്ഥിതപ്രജ്ഞ ലക്ഷണങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസ്കാശു ബുദ്ധിപരിവധിഷ്ഠതേ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഇതൊക്കെ പഠിച്ചാലും വേണ്ടില്ല, ഇതൊക്കെ മറന്നിട്ടാ ജീവിക്കാം. ഇതൊക്കെ പഠിക്കുമ്പോഴോ ഇല്ലെങ്കിൽ സത്സംഗത്തിലിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രദർശന ജപതപാദികൾ ചെയ്യുമ്പോഴോ അത് അന്നേരം മാത്രം നിലനിൽക്കുക. അത് കഴിയുമ്പോൾ പിന്നെ സാധാരണ ആ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ആ ഈശ്വരനെ സർവാത്മന സ്മരിച്ചുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്യുന്നോ അവർക്കാണ് ഈശ്വരന്റെ അനുഗ്രഹം ലഭിക്കുക. അതാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറഞ്ഞത്. ഈശ്വരനെ തന്നെ സർവാത്മന ശരണം പ്രാപിച്ചുകൊണ്ട് യത്കരോഷി യസ്നാസി യജ്ജോഷി ദദാസി തപസ്സി കൗന്ദേയ തത്കുരുഷം അതർപ്പണം എന്ന് പറഞ്ഞ പോലെ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഈശ്വര സ്മരണ നിവർത്തിക്കൊണ്ട് അത് നമ്മുടെ ശരീരം ഉപയോഗിച്ചാൽ അത് ഈശ്വര അനുഗ്രഹത്തിന് പാത്രമായി ഭവിക്കും.
അങ്ങനെ വന്നാൽ പരമമായ ശാന്തിയും ശാശ്വത സ്ഥാനവും ലഭിക്കും. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന്റെ ശ്രേഷ്ഠത നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അവിടെയാണ് യോഗസ്ഥനാകുക എന്ന് പറയുന്നത്. അതാണ് അനന്യചിന്ത എന്തോ നാം ധ്യായന്ത ഉപാസത നിത്യയുക്ത. അത് നിത്യയുക്തമായിട്ട് ഈശ്വരനെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്ക് സകലവിധ യോഗക്ഷേമങ്ങളും ഭഗവാൻ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനുഭവിച്ചറിയണമെങ്കിൽ സംശയലേശമന്യേ ആ സർവാത്മന ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. അങ്ങനെയുള്ളവർക്ക് പരമമായ ശാന്തിയും സമാധാനവും ലഭിക്കും. അങ്ങനെ അവർക്ക് ജീവിതം നയിക്കാൻ സാധിക്കും. അവർ ശരീരം ത്യജിക്കുന്ന സമയത്തും ഒരു ആശുപത്രിയിലും പോയി കിടന്നിട്ട് മൂക്കിലും വായിലും ട്യൂബ് കയറ്റി ആരെയും കാണാനും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കേണ്ട അല്ലെങ്കിൽ മരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അനായാസന ശരീരം ത്യജിക്കാനും സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഗീതാശാസ്ത്രത്തിന്റെ ഉപദേശം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഖ്യാൽ ഗുഖ്യതരം മയ വിമർശയിത് അശേഷേണ യഥേ ഇച്ഛസി തഥാ ഗുരു. ഈ ജ്ഞാനാമൃതം, ജ്ഞാനമാകുന്ന അമൃതം, രഹസ്യങ്ങളിൽ രഹസ്യമായിരിക്കുന്ന ഈ ശാസ്ത്രം നിനക്കിതാ ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഒരിക്കൽ കൂടി പര്യാലോചിച്ചിട്ട് ഒന്ന് പുനർവിചിന്തനം, വിമർശന ബുദ്ധിയോടെ ആയാൽ വിമർശയിത് അശേഷേണ, ഒരു പോയിന്റ് പോലും വിടാതെ വിമർശിക്കണമെങ്കിൽ വിമർശിച്ചുകൊണ്ട് അത് ഒന്നോടെ പര്യാലോചിച്ചിട്ട് യഥാ ഇച്ഛസി തഥാ ഗുരു, നിന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നീ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതോപദേശം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ ഗീതാശാസ്ത്രം പറഞ്ഞത് ഒരു മനുഷ്യന്റെ ജീവിതം ഉത്തമ മനുഷ്യനാക്കി മാറ്റി അനായാസന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ചെവിക്കടെ കേട്ട് മറ്റൊരു ചെവിയിലേക്ക് ഇത് ഗീത മത്സര ബുദ്ധിക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ വെറുതെ വായിച്ചു, ഞാൻ പഠിക്കുന്നുണ്ട്, ദിവസവും ഒരു അധ്യായമെങ്കിലും വായിക്കുന്നുണ്ട്, പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കാര്യമില്ല. അത് ഓരോ ശ്ലോകത്തിലും അതിന്റെ യഥാർത്ഥ ഉപദേശത്തിന്റെ ഏതെങ്കിലും ഒരു തത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഗുഖ്യാൽ ഗുഖ്യ തരം മയ എന്ന് പറഞ്ഞത്. അത് മായയെ ജയിച്ചവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് നമ്മൾ കണ്ടെത്തണം. അത് സ്വയം അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എങ്ങനെ ആ ഗീതാശാസ്ത്രത്തിലെ തത്വങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് ഈ പര്യാലോചന. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമുക്കത് സൂട്ട് ചെയ്യില്ല, ഇല്ലെങ്കിൽ നമുക്കത് അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനെ വിമർശന ബുദ്ധിയോടുകൂടി ആണെങ്കിലും കണ്ടിട്ട് അത് ഒരിക്കൽ കൂടി നമ്മൾ പര്യാലോചിക്കുക. എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ അതിനെ ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ ഗതി അനുസരിച്ചുകൊണ്ട് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. യഥേച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞാലും നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞാലും ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. ഈശ്വര സർവഭൂതാനാം ഹൃദേശോ അർജുന തിഷ്ഠതി ബ്രാഹ്മണൻ സർവഭൂതാനി യന്ത്രാരൂഢാനി. അങ്ങനെ അങ്ങ് ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? നമ്മളെ സൃഷ്ടിച്ച ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ഭഗവാന്. ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പം ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള അംഗപ്രത്യംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. യഥാ ഇച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നു എന്ന് വിചാരിക്കേണ്ട. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിൽ രഹസ്യമായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ശരീരത്തിലുള്ള അംഗപ്രത്യംഗങ്ങളെ പോലും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധ്യമല്ല. കാരണം കണ്ണിന്റെ ധർമ്മം കണ്ണിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, ചെവിയുടെ ധർമ്മം ചെവിയുടെക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഓരോ നാഡീവ്യൂഹത്തിനും ശരീരത്തെ പോലും നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞു. ഒരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ പിന്നെ നമ്മുടെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളാൻ ഭഗവാൻ പറഞ്ഞാലും അങ്ങനെ അങ്ങ് സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പം ഏറ്റവും നല്ലത് എന്താ? ഈശ്വരന്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അവിടെയാണ് ശാന്തി സമാധാനം. ഒഴുക്കിനെതിരെ നീന്തിയാൽ ഒരിക്കലും നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കില്ല. അപ്പം ഒഴുക്കിന് അനുകൂലമായിട്ട് ഈശ്വരന്റെ ശക്തി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയും വാക്കും ക്രോഡീകരിച്ച് പ്രവർത്തിപ്പിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ശാന്തി സമാധാനവും ലഭിക്കുകയുള്ളൂ. ഇവിടെ യഥേച്ഛസി തഥാ ഗുരു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിന്റെ ഇഷ്ടത്തിന് നീ പ്രവർത്തിച്ചുകൊള്ളൂ. അത് തന്നെയാണ് നിന്റെ നല്ല മാർഗം, അല്ലെങ്കിൽ
ശ്രേയസ് ഉണ്ടാകൂ എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാൽ ഗീതോപദേശത്തിന്റെ ഉപസംഹാരമാണ് ഈ ശ്ലോകം. ഇതുവരെ പറഞ്ഞതിന്റെ എല്ലാം സാരസംഗ്രഹം അടുത്ത 3 ശ്ലോകത്തിലായി ഭഗവാൻ സംഗ്രഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ പര്യാലോചിച്ചിട്ട് നിന്റെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടം അങ്ങനെ തന്നിഷ്ടം സാധ്യമല്ല. അത് അന്തർലീനമാണ്. നമുക്ക് തന്നെ അത് കുറച്ച് പര്യാലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. നീ നിന്റെ ഇഷ്ടം പോലെ, അപ്പൊ ഗീതയൊക്കെ പഠിച്ചു ഇനിയും പഴയതുപോലെ തന്നെ ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല. അതാണ് സത്യം. കാരണം യന്ത്രത്തെ പോലെ ഈശ്വരന്റെ തൊൽപ്പടിയിൽ തന്നെ നമ്മൾ വളരുന്നതും ചിന്തിക്കാനും പറയാനും മുഴുവൻ പരിധി വിട്ടിട്ടൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും ഗഹനമായിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഒന്ന് പര്യാലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇനി വിമർശന ബുദ്ധിയോടെ ഈശ്വരൻ ഇല്ല എന്ന് പറയണമെങ്കിൽ പോലും ഈശ്വരന്റെ ശക്തിയാകുന്ന ജീവൻ ശരീരത്തില്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന് തന്നെ ഒരു നിരീശ്വരവാദിക്ക് പോലും പറയാൻ സാധ്യമല്ല. അതാണ് ഇതിലെ രഹസ്യം. അപ്പൊ ഞാൻ ഈശ്വരനെ ഭജിക്കില്ല, എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയണമെങ്കിൽ പോലും ഇല്ല, അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ പോലും ശരീരത്തിൽ ജീവൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ സാധ്യമല്ല. അപ്പൊ തന്നെ ഇഷ്ടത്തിന് എങ്ങനെ പ്രവർത്തിക്കുന്നു? അതുകൊണ്ടാണ് ഗുഖ്യാൽ ഗുഖ്യതരം മയ എന്ന് പറഞ്ഞത്. അപ്പൊ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം എന്ന് സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തോന്നും എന്നാ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കാമെന്ന്. പക്ഷെ അത് സാധ്യമല്ല എന്നുള്ള രഹസ്യവും കൂടെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തണം എന്നാണ് പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അർജുനനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി എന്താണ് വേണ്ടതെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വഭാവം വ്യത്യസ്തമാണല്ലോ. നമ്മുടെയൊക്കെ ആ സ്വഭാവം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പൂർവ്വജന്മ വാസന ഫലത്താൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കർമ്മവാസനകളും ജന്മവാസനകളുമാണ് ടോട്ടലി സ്വഭാവമായിട്ട് നമ്മുടെ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ പോലും ഈശ്വരനെ സർവാത്മന ശരണം പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് ഈശ്വരന്റെ അനുഗ്രഹത്തിന് പാത്രമാവും. നമുക്ക് തന്നെ പ്രത്യക്ഷതറിയാം. അച്ഛനും അമ്മയും പറയുന്നത് കേട്ടൊക്കെ മക്കൾ വളർന്നാൽ അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും, അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അവരുടെ ജീവിതത്തെ ഇല്ലെങ്കിൽ അവരെ പോലും വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇഷ്ടത്തിന് ചെയ്താലോ അത് നമുക്ക് ശാപമായി തീരും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈശ്വരനാണ് നമ്മുടെ സൃഷ്ടിക്കും നമ്മുടെ നിലനിൽപ്പിനും നമ്മളെ യഥാർത്ഥ മാർഗദർശനത്തിന് ഇല്ലെങ്കിൽ നമ്മളെ യഥാർത്ഥ ഗതിയിലേക്ക് നയിക്കുന്നതും ഈശ്വരന്റെ പ്രേരണ കൊണ്ടാണ്. അതുകൊണ്ട് അനന്യമായിട്ട് ഈശ്വരനെ തന്നെ ശരണം പ്രാപിച്ചാൽ യഥാർത്ഥ മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കും എന്നാണ് പറഞ്ഞതിന്റെ കാര്യം. സർവഗുഖ്യതമം ഭൂയ ശൃണുമയം പരമം വച ഇഷ്ടോ അസിമേ ദൃഢമിതി തതോ വൈശ്യാമി ദേഹിതം. അത്യന്ത രഹസ്യമായ എൻ്റെ അത്യുത്തമ വാക്യം വീണ്ടും നീ കേട്ടുകൊള്ളുക. നീ എനിക്ക് ഏറ്റവും പ്രിയനാണല്ലോ, അതിനാൽ എനിക്ക് ശ്രേയസ്കരമായിട്ട് ഉള്ളതിനെ ഞാൻ പറഞ്ഞു തരാം. ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അർജുനനോടുള്ള പ്രീതി നിമിത്തം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രഹസ്യം കൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നു. സർവഗുഖ്യതമം ഭൂയ ശൃണുമേം പരമം വച ഇഷ്ടോ അസിമേം ദൃഢമിതി തതോ വൈശ്യാമി ദേഹിതം. അത്യന്ത രഹസ്യമായ എൻ്റെ അത്യുത്തമ വാക്യം വീണ്ടും കേൾക്കുക. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അതിനാൽ തന്നെ നിനക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഭഗവാൻ അർജുനൻ ആദ്യം പ്രാർത്ഥിച്ചത് 2-ാം അധ്യായത്തില് ആ മൗഢ്യത്തിന് കാരണം എന്താണെന്ന്, തൻ്റെ സ്വഭാവം തന്നെയാണ് അതിന് കാരണമെന്നും അതുകൊണ്ട് എനിക്ക് ശ്രേയോ മാർഗം ഉപദേശിക്കണമെന്നും 2-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ഇവിടെ ഓർമ്മ വെച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു. കാരണം എന്താ? കാർപ്പണ്യദോഷോ പകുത സ്വഭാവക വൃക്ഷാമിത്താം ധർമ്മസുമൂഢ ചെയ്ത ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാന്ത പ്രമനം എന്ന് സ്വന്റെ സ്വഭാവം തന്നെയാണ് എനിക്ക് യഥാർത്ഥ മാർഗദർശനം ഇല്ലാതിരിക്കാൻ കാരണം എന്ന് അർജുനൻ പറഞ്ഞു. എന്നാൽ എനിക്ക് ശ്രേയോ മാർഗം ആവശ്യമാണെന്നും പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, അങ്ങ് എനിക്ക് ശ്രേയോ മാർഗം പറഞ്ഞു തന്നാലും. അപ്പൊ ഇതുവരെയുള്ള ഉപദേശം മുഴുവൻ അർജുനനെ ശ്രേയോ മാർഗമാണ് ഉപദേശിച്ചത്. അത് പറഞ്ഞ് അവസാനിച്ചു, ഇനിയൊന്നും പറയാനില്ല എന്നുകൂടി പറഞ്ഞിട്ടും ഭഗവാൻ പിന്നെയും പറയുന്നു, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ട് അത്യന്ത രഹസ്യമായിരിക്കുന്ന എൻ്റെ അത്യുത്തമ വാക്യം കൂടി കേട്ടുകൊള്ളുക. കാരണം നീ ഏറ്റവും പ്രിയനാണ് എനിക്ക്, അതിനാൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇതുകൂടി പറയുന്നത്.
കാരണം ശ്രേയസ്സാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ശരണം പ്രാപിച്ചതും. അതാണ് ഈശ്വരനെ സർവാത്മന ശരണം പ്രാപിക്കുന്നവർക്ക് ശ്രേയോ മാർഗമേ കിട്ടൂ. അതാണ് ഭക്തിയിൽ പോലും അന്യദേവതകളെ ഭജിച്ചാൽ അത് പ്രേയോമാർഗമാണ്, ശ്രേയോമാർഗം അല്ല എന്ന് ഭഗവാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ശ്രേയസ്, എന്താണ് പ്രേയസ് എന്നുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഭക്തിയുള്ളവർ പോലും പ്രേയോമാർഗത്തിലാണോ ഭജിക്കേണ്ടത്, ശ്രേയോമാർഗത്തിലാണോ ഭജിക്കേണ്ടത്? അപ്പൊ ശ്രേയോമാർഗം എന്താണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും പറയുന്നു, ആ ശ്രേയോമാർഗമാണ് നീ ചോദിച്ചത്, അതുകൊണ്ട് ശ്രേയോമാർഗത്തിനായിക്കൊണ്ട് ഒരു അത്യന്ത രഹസ്യമായിരിക്കുന്ന എൻ്റെ മഹാവാക്യം കൂടെ കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുന്നു, മന്മനാഭവമദ്ഭക്തമദ്ധാജിമം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോ അസിമേൻ. എന്നിൽ മനസ്സുറപ്പിച്ചവനും എന്നിൽ ഭക്തിയുള്ളവനും എനിക്കായി യജ്ഞം ചെയ്യുന്നവനും അഥവാ എന്നിൽ അർപ്പിച്ച യജ്ഞം എന്ന നിലയിൽ കർമ്മങ്ങൾ ചെയ്യുന്നവനും ആയി നീ ഭവിക്കുക, എന്നെ നമസ്കരിക്കുക, എന്നാൽ നീ എന്നെ തന്നെ പ്രാപിക്കുമെന്ന് നിനക്കായി ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. എന്തെന്നാൽ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇവിടെ ഭഗവാൻ ഒരു പ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുക ഭക്തന്റെ മുമ്പിൽ. ആ പ്രതിജ്ഞ ഞാൻ നിന്റെ മുമ്പിൽ ചെയ്യാം, പക്ഷെ നീ എന്ത് ചെയ്യണം? ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ശ്രേയോമാർഗത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇന്നത് ചെയ്യാം എന്ന് പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു പ്രീ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലും ഇതാണ് യോഗക്ഷേമം. അതാണ് അനന്യാ ചിന്തയന്തോ മാം യേജനാ പരിഭാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറയുന്നത്. ഈ യോഗക്ഷേമം എന്ന് പറയുന്നതാണ് ശ്രേയോമാർഗം. അത് മറ്റു ചിന്ത കൂടാതെ എന്നെ ശരണം പ്രാപിക്കണം, നിത്യയുക്തമായിട്ട് ഉപാസിക്കണം, അതിൽ യാതൊരു വിധ വിട്ടുവീഴ്ചയുമില്ല. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഭഗവാനിൽ മനസ്സുറപ്പിക്കണം, എന്നിൽ അനന്യഭക്തിയുള്ളവനായി എനിക്കായിക്കൊണ്ട് യജ്ഞം ചെയ്യണം. യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ഓർമ്മ വയ്ക്കണം. ഞാനെന്ന കർത്തൃത്വ അഭിമാനമില്ലാതെ ഫലേച്ഛയില്ലാതെ ഏതൊരു കർമ്മവും കുശലതയോടുകൂടി യോഗസ്ഥനായിക്കൊണ്ട് കിട്ടുന്നതിലും കിട്ടാത്തതിലും യാതൊരു ചിന്ത, അതായത് ഫലേച്ഛയില്ലാതെ അർപ്പണബോധത്തോടെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുകയും യജ്ഞമെന്ന നിലയിൽ കർമ്മങ്ങൾ ചെയ്യുന്നവനും ആയിട്ട് ഭവിക്കണം. ഭഗവാനെ നമസ്കരിക്കാൻ യാതൊരു സങ്കോചവും കാണിക്കരുത്. എന്നിൽ നിന്ന് അന്യമായിട്ട് ശ്രേയോമാർഗത്തിന് മറ്റൊന്നും ഇല്ല എന്നുറപ്പിക്കണം. എന്നാൽ നീ എന്നെ പ്രാപിക്കുമെന്ന് നിനക്കായിക്കൊണ്ട് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. എന്തെന്നാൽ നീ എനിക്ക് പ്രിയനാകുന്നു. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായി കഴിഞ്ഞാൽ ഭക്തനും ഭഗവാനും ഒന്നാകും എന്നൊക്കെ 9-ാം അധ്യായത്തിലൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നമേ ഭക്ത പ്രണശതി എന്ന് പറഞ്ഞു. എൻ്റെ ഭക്തിയിലേക്ക് വന്നവൻ ഒരിക്കലും നശിക്കില്ല. കാരണം ഭഗവാനിലേക്ക് പോയി ചേരുന്നത് വരെ 1-2 ജന്മം എടുത്താലും അനേക ജന്മങ്ങൾ എടുത്താലും അവന്റെ ഭക്തിഭാവത്തിന് യാതൊരു കുറവും വരാതെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള മാർഗം അത് സ്വയമേവ പരിണാമങ്ങൾക്ക് വിധമായി നമുക്ക് ലഭിക്കുന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഭഗവാന്റെ പ്രീതി നേടുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭക്തിയുടെ ഉദ്ദേശ ലക്ഷ്യം. ഭഗവാൻ സന്തോഷിച്ച് കിട്ടിയാൽ നമ്മുടെ അന്ധകരണ ശുദ്ധിയും സകല പാപരാഹിത്യവും വന്ന് വിവേകവും ഉണ്ടായി നമ്മൾ എങ്ങനെയാണ് അനായാസനെ ജീവിക്കേണ്ടതെന്നുള്ള ബോധമൊക്കെ നമുക്ക് തന്നെ ഉണ്ടാകും. നമുക്ക് അനന്യമായിട്ട് മറ്റുള്ള ഭൗതികമായിട്ടോ മറ്റോ ലൗകികമായിട്ടുള്ള വിഷയമല്ല ശരണം പ്രാപിക്കേണ്ടത്. അനന്യമായിട്ട് ഭഗവാനെയാണ് ശരണം പ്രാപിക്കേണ്ടതെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ യഥാർത്ഥ ഭക്തി ലഭിക്കുകയും പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞഭാവനയുടെ സ്വയമേവ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. 50% യജ്ഞഭാവനയൊക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ ആ യജ്ഞഭാവന പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബോധതലത്തിൽ നിന്നുകൊണ്ട് ഫലേച്ഛയില്ലാതെ ലോകസേവാർത്ഥമായിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ് അത് ഭഗവാന് പ്രീതി ഉണ്ടാക്കി തരിക, അഥവാ ഭഗവാന്റെ പ്രീതി നേടാൻ സാധിക്കുക. അങ്ങനെ പ്രീതി നേടാൻ അതിന് യാതൊരു സങ്കോചവും കൂടാതെ ഭഗവാനെ നമസ്കരിക്കുകയും കൂടെ വേണം. എന്നാൽ നീ എന്നെ തന്നെ പ്രാപിക്കുമെന്ന് നിനക്കായിക്കൊണ്ട് ഞാനിതാ പ്രതിജ്ഞ ചെയ്തു. ആ പ്രതിജ്ഞയാണ്
അടുത്ത ശ്ലോകം, അതുകൊണ്ട് സകല കർമ്മങ്ങളും യജ്ഞമെന്ന നിലയിൽ ചെയ്യുക എന്ന കർമ്മയോഗ തത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മന്മനാഭവ എന്ന ജ്ഞാനയോഗവും മദ്ഭക്ത എന്നതിൽ ഭക്തിയോഗവും അടങ്ങുന്നു. ഭക്തിജ്ഞാന കർമ്മയോഗങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു സമഗ്ര യോഗമാർഗമാണ് ഗീത ഉപദേശിക്കുന്നതെന്ന് ഈ മഹാവാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇതേ ശ്ലോകം തന്നെ 9-ാം അധ്യായത്തിലും അവസാനിക്കുമ്പം ഭഗവാൻ പറയുന്നുണ്ട്. അതും ഇവിടെ ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുക, ഭക്തിയോഗത്തിന്റെ ഏറ്റവും രഹസ്യം പറയുന്ന 9-ാം അധ്യായത്തിലും ഭഗവാൻ ഇത് തന്നെ പറയുന്നത്. മന്മനാഭവൻ ഭക്ത മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യന്റെ പ്രജ്ഞാനെ അസ്യ. അമേ ഭക്ത പ്രണശതി എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രീ കണ്ടീഷൻ, നശിക്കാത്ത ഭക്തനായിട്ട് നമുക്ക് നിലനിന്ന് ശ്രേയോമാർഗത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ ശരീരം ത്യജിക്കുന്ന സമയത്ത് ഭഗവാനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മാർഗം സ്വീകരിച്ചാൽ മതി. ഇത് സിദ്ധൌഷധം പോലെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അനായാസന ജീവിതം നയിച്ച് യഥാർത്ഥ ഈശ്വരശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശാന്തിയും സമാധാനത്തോടെ ജീവിതം നയിച്ച് സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിതം നയിച്ച് ശരീരം ത്യജിക്കേണ്ട സമയത്ത് അനായാസന ശരീരം ത്യജിക്കാനും സാധിക്കുന്നതിന് ഈ ഒരു മാർഗം നമ്മൾ പാഠം ആക്കി അനുസരിക്കണം. അപ്പോൾ ഭഗവാനിലേക്ക് നമുക്ക് എത്താൻ അനായാസന സാധിക്കും. ശാശ്വതമായ പദത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. ആ ശാശ്വതമായ പദത്തിലേക്ക് തന്നെ തിരിച്ചെത്താനും സാധിക്കും. അതിനുള്ള തയ്യാറെടുപ്പ് എന്താണെന്നും അതിൻ്റെ അനുഭവം എന്താണെന്നും ആ ശാന്തി സമാധാനവും ഈ ശരീരത്തോട് കൂടിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സമർപ്പിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നയനമാർഗേണ മഹിമഗീശാ ഗോ ബ്രാഹ്മണേഭ്യ സുമൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.